കാലമല്ലല്ലോ വെറുതെ വിടാത്തത്. നിങ്ങൾ മൂന്നുപേരുമല്ലേ? അതെ, ഞങ്ങൾ മൂന്നുപേരും തന്നെ. ചോദ്യം ചെയ്യൽ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. ക്രൈം ത്രില്ലർ നോവൽ കൊലയാളിയുടെ 69-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഹമീദിനെ കൊന്നതാരെന്ന് നന്ദൻ അറിയാമോ? അതോ നന്ദൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? നമുക്ക് കേൾക്കാം കൊലയാളി 69-ാം ഭാഗം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദനിൽ ഞെട്ടലൊന്നും പ്രകടമായില്ല. എന്തിനെയാണെങ്കിലും നേരിടാൻ തയ്യാറുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ ഉടമയാണ് അയാൾ എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കെണിയിൽപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവില്ലേ? പേടിച്ചില്ലെങ്കിൽ പോലും ചെറിയൊരു ചാഞ്ചല്യമെങ്കിലും മനസ്സിൽ തോന്നേണ്ടതാണ്. അതില്ലാത്ത സ്ഥിതിക്ക് നന്ദൻ വെറും സാധാരണക്കാരനല്ല. അസാധാരണനായ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതും അതിൻ്റേതായ രീതിയിൽ തന്നെ ആയിരിക്കണം. അതിനൊക്കെ വേണ്ട വിദഗ്ധ പരിശീലനം തങ്ങൾ നേടിയതാണല്ലോ. യഥാർത്ഥ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബുക്ക്ലെറ്റുകളൊന്നും പുറത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഞങ്ങൾക്കറിയേണ്ടത് ബുക്ക്ലെറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നന്ദൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാനാണ് സാധ്യത. ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. സംസാരം നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. വെറുതെ സംസാരിച്ചതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയില്ലല്ലോ. സമയം നഷ്ടപ്പെടുകയും ചെയ്യും. അതോടെ തങ്ങൾ രണ്ടുപേരും വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം പറഞ്ഞു. നന്ദനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ യഥാർത്ഥ കാരണവും പറഞ്ഞു. അപ്പോഴും നന്ദനിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. വരുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നതാണ് നന്ദൻ്റെ ഭാവം. ഇതും ഇതിലപ്പുറവും കണ്ടവനാണ് ഈ കെ ജോസഫ് എന്ന ഭാവം. ഉത്തരങ്ങൾ തരാനുള്ള മനസ്സുമായിട്ടാണ് നന്ദൻ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. ഹമീദ് സാറിൻ്റെ കൊലപാതകം എപ്പോഴാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്? ഹമീദ് നിങ്ങൾക്ക് സാറാണെങ്കിലും എനിക്ക് വെറും ഹമീദ് മാത്രമാണ്. അയാൾ കൊല്ലപ്പെടേണ്ടവനാണെന്ന കാര്യം ശരി. അതിൻ്റെ പ്ലാനിങ്ങിൽ പക്ഷേ എനിക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. ഹമീദ് സാർ കൊല്ലപ്പെട്ട വിവരം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അത് ശരിയാണ്. അയാൾ കൊല്ലപ്പെട്ട വിവരം ഞാൻ എന്തിന് അറിയണം? എന്നാലും കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞു എന്ന് മാത്രം. അത് പത്രങ്ങളിലൂടെ വന്നിരുന്നല്ലോ. മുന്നിലെ പേജിൽ തന്നെ വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പറഞ്ഞത് വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് നന്ദനും മനസ്സിലാക്കിയ മട്ടുമുണ്ട്. താരതമ്യേന അപ്രധാനങ്ങളായ പല ചോദ്യങ്ങളും പിന്നീട് ചോദിച്ചു. ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിനോടനുബന്ധിച്ച് വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും ഒന്നിനും വ്യക്തമായി ഉത്തരം കിട്ടിയില്ല. കുറേ നേരത്തിന് ശേഷം നന്ദൻ അവരോട് ചോദിച്ചു. ഈ നാട്ടിൽ നിന്ന് എത്രയോ അകലെ ഒരു സ്ഥലത്ത് ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടെങ്കിൽ അത് ഞാൻ എന്തിന് അറിയണം? എനിക്കെങ്ങനെ അതിൻ്റെ വിശദവിവരങ്ങൾ അറിയാൻ കഴിയും? ഞാൻ അയാളുടെ ആരുമല്ല. എനിക്കയാൾ ഒരു മേലുദ്യോഗസ്ഥനോ ഉപകാരിയോ അല്ല. എൻ്റെ അടുത്ത് നിന്ന് ഒരു പോളിസിയും എടുത്തിട്ടില്ല. ആ ചോദ്യം കേട്ടപ്പോൾ ജോസ് മാത്യു കൈ ബലമായി ചുരുട്ടുന്നത് കണ്ടു. നന്ദൻ അയാളെ ഒന്നു നോക്കി. എന്നിട്ടും ഒരു ഭാവവ്യത്യാസവുമില്ല. അതൊന്നും അവൻ്റെ അടുത്ത് ചെലവാകാൻ പോകുന്നില്ല. പോളിസി നിങ്ങൾ കൊടുക്കുകയുമില്ല എന്ന് ഞാൻ പറയും. ഉടൻ തന്നെ മരിക്കാൻ പോകുന്നവന് പോളിസി കൊടുത്താൽ കമ്പനിക്കല്ലേ നഷ്ടം? ആരും ഏത് സമയത്തും മരണപ്പെടാമല്ലോ.
അങ്ങനെ നോക്കിയാൽ ആർക്കും പോളിസി കൊടുക്കാനും പറ്റില്ല. ചോദ്യങ്ങൾ വഴിമാറിപ്പോയപ്പോഴേക്കും നന്ദൻ കുറച്ചുകൂടി ഉഷാറായി. പെട്ടെന്ന് വിഷയം മാറി ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം പറഞ്ഞേക്കും. ജോസ് മാത്യു ഇപ്പോഴും നല്ല കലിപ്പിലാണ്. പക്ഷേ ഭീഷണി കൊണ്ടൊന്നും ഉത്തരം പുറത്തു ചാടിക്കാൻ കഴിയുന്ന തരമല്ല ഇയാൾ. ജീവനിൽ ഭയമുള്ളവർക്കല്ലേ ഉപദ്രവിക്കും എന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയുണ്ടാവുകയുള്ളൂ. ഇവർ അങ്ങനെയുള്ളവരല്ലല്ലോ. ആയിരുന്നെങ്കിൽ ക്രൂരമൃഗങ്ങളുള്ള വനത്തിൽ താമസിക്കില്ലല്ലോ. ജീവന് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവന് എന്തു ഭയം? അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് സമാധാനപരമായി കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ അതിൽ കൂടുതലായി ഒന്നുകൊണ്ടും അറിയാൻ കഴിയില്ല. നന്ദന് ഹമീദ് സാറിനെ അറിയാം. നന്ദൻ അയാളോട് തീർത്താൽ തീരാത്ത വിരോധവും ഉണ്ട്. അപ്പോൾ പിന്നെ അയാളുടെ മരണത്തിൽ നന്ദനെ സംശയിക്കുന്നതിൽ എന്താ കുഴപ്പം? സംശയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഉദ്യോഗം തന്നെ അതാണല്ലോ. പക്ഷേ ഞാനാണ് ചെയ്തതെങ്കിലല്ലേ എനിക്കതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. അല്പസമയം മൗനം പാലിച്ചതിന് ശേഷം നന്ദൻ വിശദമായി പറഞ്ഞു തുടങ്ങി. അതിൽ പ്രതീക്ഷയോടെ ജീവനും ജോസും നന്ദൻ്റെ മുഖത്ത് തന്നെ ദൃഷ്ടിയുറപ്പിച്ച് നോക്കിയിരുന്നു. അയാളൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളവനല്ല സാറന്മാരെ. പക്ഷെ അയാളുടെ ചിന്താഗതി അങ്ങനെയൊന്നുമല്ല. അയാളും അയാളുടെ ചങ്ങാതികളും മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരായി ഉള്ളൂ എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ പുഴുക്കൾക്ക് തുല്യം, ചുമ്മാ അവർക്ക് ചവിട്ടിയരയ്ക്കാൻ മാത്രമുള്ളവർ. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകലതും അവർക്ക് വേണ്ടിയാണെന്ന് അവർ വിചാരിക്കുന്നു. സുന്ദരികളായ പെൺകുട്ടികളെ പറഞ്ഞ് ചതിച്ച് അവരുടെ അടുത്ത് എത്തിക്കുന്നു, എന്നിട്ട് നശിപ്പിച്ചു കളയുന്നു. ചിലർക്ക് ജീവൻ ബാക്കി കിട്ടും, ചിലരുടെ കാര്യം അന്നോടെ തീരും. അതൊക്കെ താൻ എൻ്റെ സഹോദരിയിലൂടെ ലോകത്തിനോട് മുഴുവൻ വിളിച്ചു പറഞ്ഞതാണല്ലോ. സഹോദരിയെ മാനഭംഗപ്പെടുത്തിയത് ചോദിക്കാൻ ചെന്ന തന്നോട് എന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നിങ്ങൾ അതൊന്നും അറിഞ്ഞതായി ഭാവിക്കില്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് പ്രധാനം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൊലപാതകമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ജീവനോടെ കൊല്ലപ്പെട്ടതുപോലെയായ എൻ്റെ സഹോദരിയാണ്. എന്നാലും ഞാൻ അയാളുടെ കൊലപാതകത്തിൽ പങ്കാളിയല്ല. കൊല്ലാൻ തോന്നിയ കാലമുണ്ടായിരുന്നു, ആർക്കും തോന്നുകയും ചെയ്യും. ഈ ഗതി വന്നാൽ നിങ്ങൾക്കും. നന്ദന് ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് ഞാനിപ്പോൾ സമ്മതിച്ചേക്കാം. പക്ഷേ കൊലപാതകം നടത്തിയത് ആരെന്ന് നന്ദൻ അറിയാം. അത് തൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണത്. അതൊന്നും തൽക്കാലം നന്ദൻ്റെ അടുത്ത് ചെലവാകുകയില്ല. എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ അയാൾക്കും പറയാമല്ലോ. ഹമീദ് സാർ ഈ സമൂഹത്തിന് ആവശ്യമുള്ള ആളായിരുന്നില്ല. അയാൾക്ക് ശത്രുക്കൾ ധാരാളമുണ്ടായിരുന്നു. ഒരു നന്ദൻ മാത്രമല്ല അയാളുടെ ചെയ്തികൾ കൊണ്ട് ദുരിതമനുഭവിച്ചത്. വേറെയും കുറേ പേരുണ്ട്. നിഷാദും രമേശനും ഒക്കെ ഉണ്ടെന്നറിയാം. അവരുടെ രണ്ടുപേരുടെയും പേരുകൾ കേട്ടപ്പോഴും നന്ദനിൽ കാര്യമായ ഭാവവ്യത്യാസമൊന്നുമില്ല. ഭാവവ്യത്യാസം ജീവൻ പ്രതീക്ഷിച്ചിരുന്നു. അയാൾ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ പറഞ്ഞു, നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാൻ. അയാളുടെ കൊലപാതകം അന്വേഷിക്കാൻ നിങ്ങൾക്കുള്ള താല്പര്യത്തിൻ്റെ ഒരു അംശം പോലും ഉമ്മച്ചനും കൂട്ടാളികളും കൊന്നു തള്ളിയ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങളും കാണിക്കില്ലെന്ന് എനിക്കറിയാം.
പക്ഷേ കാലം എന്നൊന്നുണ്ട്. അത് കണക്ക് തീർക്കാതിരിക്കില്ല. അത് അധികാരമുള്ളവനാണെങ്കിലും ശരി, സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയവനാണെങ്കിലും ശരി, സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ ആരുടെ മുകളിലാണെങ്കിൽ പോലും അവനെയും കാലം വെറുതെ വിടില്ല. കാലത്തിന് മുൻപിൽ ഇവരൊന്നും ഒന്നുമല്ല. കാലമല്ലല്ലോ വെറുതെ വിടാത്തത്, നിങ്ങളല്ലേ, നിങ്ങൾ 3 പേരും. അതെ, ഞങ്ങൾ 3 പേരും തന്നെ. ജോസ് മാത്യുവിന് ക്ഷമ നശിച്ചിരുന്നു. അവൻ്റെ ഗീർവാണം കേട്ടിരിക്കുന്നതിന് ഒരു കണക്കുണ്ടല്ലോ. ഇവനൊക്കെ ആരാണ് നിയമം നടപ്പാക്കാൻ അധികാരം കൊടുത്തത്? ഇവൻ പറയുന്നത് കേട്ടാൽ സമൂഹത്തിലുള്ള സകല അനീതികളും തുടച്ചു നീക്കാൻ ഇവനെക്കൊണ്ടും കൂട്ടാളികളെക്കൊണ്ടും കഴിയും എന്നല്ലേ തോന്നുക? നീയൊക്കെ കുറെ ഒലത്തും. നിന്നെയൊക്കെ അതിന് ഞാൻ ബാക്കി വയ്ക്കുകയും ചെയ്യും. ആരാണ് ഹമീദ് സാറിനെ കൊന്നതെന്ന് മര്യാദയ്ക്ക് പറയടാ. സാറിൻ്റെ ഭീഷണിയൊക്കെ നിങ്ങളെ ഭയപ്പെടുന്നവരുടെ അടുത്ത് മതി. നന്ദൻ്റെ അടുത്ത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഞാൻ പറയണമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് പുറത്തു ചാടിക്കാൻ ഭീഷണി കൊണ്ടൊന്നും സാധിക്കില്ല. ജീവൻ്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ജോസ് മാത്യു പിൻവാങ്ങി. ജോസിന് അതിഷ്ടപ്പെടില്ല. പക്ഷേ ആ പരിഗണന യഥാർത്ഥ കാര്യങ്ങൾ പറയാൻ നന്ദന് പ്രോത്സാഹനമായേക്കാം. ജോസിനെ പിന്നെ സമാധാനിപ്പിക്കാം. അല്ലെങ്കിലും അവൻ അറിയാത്തതല്ലല്ലോ തന്നെ. ജീവൻ്റെ പുതിയ പരീക്ഷണം നന്ദനിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കുമോ? നന്ദൻ അവരോട് ഇനിയെങ്കിലും സഹകരിക്കുമോ? കൊലയാളി എന്ന നോവലിൻ്റെ 69-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജീവൻ്റെ മാനസിക തന്ത്രം ഫലം കാണുമോ? നന്ദൻ സത്യം വെളിപ്പെടുത്തുമോ? അതോ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് തിരിയുമോ? ഇതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം കാണാം കേട്ടോ.